വീണ ആറന്മുളയെ സംബന്ധിച്ച് അത് ആവേശം, അതൊരു മത്സരത്തെ അടിസ്ഥാനപ്പെടുത്തി മാത്രമല്ല, ആവേശം അതെല്ലാ തരത്തിലും അതിന്റെ പരമതിയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണത്തെ ഏറെ പ്രത്യേകത വീണ സൂചിപ്പിച്ച പോലെ 52 പള്ളിയോടങ്ങളും പങ്കെടുക്കും എന്നതായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ 52 പള്ളിയോടങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. 50 പള്ളിയോടങ്ങളാണ് ജലഘോഷയാത്രയിൽ പങ്കെടുത്തതിൽ 49 പള്ളിയോടങ്ങൾ മാത്രമാണ് മത്സരവള്ളംകളിയുടെ ഭാഗമായത്. എന്തായാലും അതിന്റെ അന്തിമ വിധിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. വിധി എന്തായാലും ആറന്മുളക്കാർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. ആ പള്ളിയോടം തുഴഞ്ഞു വരുമ്പോഴുള്ള ആവേശവും പരസ്പരമുള്ള പോർവിളികളും ഒക്കെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പള്ളിയോടക്കരകളൊക്കെ ഉണ്ടാകും. അത് ആറന്മുളയുടെ ചരിത്രം അങ്ങനെയാണ്. അല്പം പരാതികളും പരിഭവങ്ങളും ഒക്കെ പറയും, അല്പം ഒന്ന് പിണങ്ങും. അതൊക്കെ ആറന്മുളയുടെ ചരിത്രം അങ്ങനെയാണ്. കാരണം കാരണം നേരത്തെ പറഞ്ഞ പോലെ ഒരു കായിക ഇനമായി മാത്രമല്ല ഇതിനെ കാണുന്നത്. അതൊരു വൈകാരിക ബന്ധമുണ്ട് പള്ളിയോടങ്ങളുമായി കരക്കാർക്ക്. അതുകൊണ്ട് തന്നെ അത്തരം തീരുമാനങ്ങൾ വരുമ്പോൾ അതിനോടൊക്കെ വളരെ വൈകാരികമായാണ് കരക്കാരൊക്കെ പ്രതികരിക്കുക. അതുകൊണ്ടാണ് നേരത്തെ നമുക്ക് കാണാൻ സാധിക്കും പോലീസ് വലിയ മുന്നൊരുക്കങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടേക്ക് എല്ലാവരെയും അങ്ങനെ കയറ്റിവിടില്ല. ഇനി വിജയിച്ച പള്ളിയോടങ്ങളുടെ പ്രഖ്യാപനം ഇപ്പോൾ വരും. അതിനുശേഷം ക്യാപ്റ്റനെയും ഏതാനും പേരെ മാത്രമേ ഇവിടേക്ക് ക്ഷണിക്കുകയുള്ളൂ. അതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി ഔദ്യോഗികമായ പ്രഖ്യാപനം മാത്രം വന്നാൽ മതി. ആരാണ് എ ബാച്ചിൽ ആരാണ് മന്നൻ ട്രോഫിയിൽ മുത്തമിട്ടത്? നെല്ലിക്കലാണോ, കോയിപ്പുറമാണോ, ഇടനാടാണോ, ഇടപ്പാവൂർ പേരൂരാണോ എന്നറിയാൻ കാത്തിരിക്കുകയാണ് ക്യാപ്റ്റന്മാരും അത് പ്രതികളും ഒക്കെ. ഇപ്പോൾ അതിന് താഴെ വന്ന് ഈ പവലിന് മുമ്പിലായി വന്ന് അണിചേർന്നിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങളുടെ കാത്തിരിപ്പ് മാത്രമാണുള്ളത്. ഔദ്യോഗികമായ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും. ഇടപ്പാവൂർ പേരൂരാണോ, ഇടനാടാണോ, കോയിപ്പുറമാണോ, നെല്ലിക്കലാണോ എ ബാച്ചിൽ മന്നൻ ട്രോഫിയിൽ മുത്തമിട്ടത്? ഈ ബാച്ചിൽ ഇടക്കുളമാണോ, കോറ്റാത്തൂർ കൈതക്കോടിയാണോ, കൊടിയാറ്റുകരയാണോ, തൊട്ടപ്പുഴശ്ശേരിയാണോ എന്നറിയാൻ ഇനി നിമിഷങ്ങളുടെ കാത്തിരിപ്പ് മാത്രമാണ്. നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ പ്രധാന വ്യക്തികളല്ലേ എല്ലാം അണിനിരന്നു കഴിഞ്ഞു. ഇനി ഈ ട്രോഫി നേരത്തെ പറഞ്ഞ പോലെ ട്രോഫി അങ്ങനെ ഏറ്റുവാങ്ങുകയല്ല. ആ ട്രോഫി ശിരസിൽ ഏറ്റുവാങ്ങുകയാണ് ചെയ്യുക. കയ്യിലല്ല നൽകുന്നത്, ശിരസിൽ ഏറ്റുവാങ്ങുകയാണ് കരക്കാർ കരകളിലേക്ക് മടങ്ങുന്നത്. അങ്ങനെ തിരുവാർമുളയപ്പന്റെ ഭക്തസാരഥിയുടെ ആ രൂപം ആലേഖനം ചെയ്തിരിക്കുന്ന മന്നൻ ട്രോഫി ആര് ശിരസിലേറ്റുമെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് 4 പള്ളിയോടങ്ങൾ. ഒപ്പത്തിനൊപ്പം തുഴഞ്ഞു വന്ന 4 പള്ളിയോടങ്ങൾ. എ ബാച്ചിൽ 4 പള്ളിയോടങ്ങളും ബി ബാച്ചിൽ 4 പള്ളിയോടങ്ങളും അവരെങ്ങനെ കാത്തിരിക്കുകയാണ് ഔദ്യോഗിക പ്രഖ്യാപനത്തിന്. പള്ളിയോടങ്ങൾ ഉണ്ടായിരുന്നവർക്കറിയാം തങ്ങളാണ് മുൻപിൽ, അല്ലെങ്കിൽ തങ്ങളാണ് മുൻപിലെന്ന് അവർക്കറിയാം. എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനം വരാതെ അങ്ങോട്ടേക്ക് വരാൻ സാധിക്കില്ല. ഔദ്യോഗിക പ്രഖ്യാപനത്തിലുള്ള കാത്തിരിപ്പിലാണ്. നിമിഷങ്ങളുടെ മാത്രം താമസമേ ഉള്ളൂ. കഴിഞ്ഞ ഒരു വർഷക്കാലമായി പള്ളിയോടക്കരകളൊക്കെ കാത്തിരുന്നതാണ് ആർക്കാണ് ഇത്തവണ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുക. മന്നൻ ട്രോഫി എന്നത് സ്വന്തമാക്കുക എന്നത് അത് ഒരു കായിക ഇനമായി, ഒരു മെയ്ക്കരുത്തിന്റെ മാത്രമല്ല, അത് ഭഗവാന്റെ അനുഗ്രഹം കൂടി വേണം മന്നൻ ട്രോഫി കരയിലേക്ക് കൊണ്ടുപോകാൻ. ഭഗവാന്റെ അനുഗ്രഹം കരയിലേക്ക് വരുന്നുവെന്നാണ് മന്നൻ ട്രോഫിയിലൂടെ ഓരോ കരക്കാരുടെയും വിശ്വാസം. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം ഇത്തവണ ഏത് കരകളിലേക്കൊക്കെയാണ് എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ്. ഇടക്കുളമാണോ, ബി ബാച്ചിൽ കോറ്റാത്തൂർ കൈതക്കോടിയാണോ, കൊടിയാറ്റുകരയാണോ, തൊട്ടപ്പുശ്ശേരിയാണോ എന്ന് അല്പസമയത്തിനകം അറിയാൻ സാധിക്കും. ഇടക്കുളത്തിനുമുണ്ട് വിജയത്തിന്റെ കുറെ കഥകൾ പറയാൻ. കോറ്റാത്തൂർ കൈതക്കോടിയാണെങ്കിൽ ആറന്മുളയുടെ ചരിത്രത്തിൽ ബി ബാച്ചിൽ ഇത്രത്തോളം വിജയം സ്വന്തമാക്കിയ മറ്റൊരു പള്ളിയോടം ഉണ്ടാവില്ല. അങ്ങനെ 17 തവണയോളം അതാണ്ട് ട്രോഫി നേടിയ പള്ളിയോടമാണ് കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടം. കൊടിയാറ്റുകരയ്ക്കുമുണ്ട് തങ്ങളുടേതായ ശക്തമായ ചരിത്രം പറയാൻ. ഒപ്പം തൊട്ടപ്പുഴശ്ശേരിക്കുമുണ്ട് അതിപ്രബലമായ ആറന്മുളയുടെ ചരിത്രം പറയാൻ. അങ്ങനെ കരുത്തരായ 4 ബി ബാച്ചിലെ പള്ളിയോടങ്ങളൊപ്പം എ ബാച്ചിലേക്ക് പോയാൽ നെല്ലിക്കൽ, കോയിപ്പുറം, ഇടനാട്, ഇടപ്പാവൂർ, പേരൂർ. നേരത്തെ പലകുറി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആറന്മുളയുടെ പള്ളിയോട ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ സ്ഥാനം അലങ്കരിക്കുന്ന 4 പള്ളിയോടങ്ങളാണ്. പല തരത്തിലുള്ള മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ 4 പള്ളിയോടങ്ങളെയും ഫൈനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. വേഗത മാത്രമായിരുന്നില്ല, വേഗത അതിലൊരു ഘടകം മാത്രമായിരുന്നു. ആറന്മുളയുടേതായ ശൈലി, ആറന്മുളയുടെ രീതി, അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തവണ വിധി എഴുതിയത്. അതിൽ വേഗതയ്ക്ക് ഒരു വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും വേഗത മാത്രം അടിസ്ഥാനപ്പെടുത്തി വന്ന പള്ളിയോടങ്ങൾ പലരും ഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടില്ല. മറ്റു പള്ളിയോടങ്ങളൊക്കെ സമയത്തിനകം അറിയാം ആരാണ് ഫൈനലിൽ വിജയിയായത് എന്നത്. ആരായാലും ആചാരപ്പെരുമയോടെ ഈ വള്ളംകളി പൂർത്തിയായി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആവേശം അതിൻ്റെ കൊടുമുടിയിൽ നിന്ന ആറന്മുള ഉത്രട്ടാതി ജലോത്സവം മത്സര വള്ളംകളി അവസാനിച്ചിരിക്കുന്നു. ഫൈനലിസ്റ്റുകൾ അല്പസമയത്തിനകം ഫൈനലിലെത്തി ജലരാജാക്കന്മാരെ അല്പസമയത്തിനകം പ്രഖ്യാപിക്കും.